ഹലോ. അപ്പം നമ്മളെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളെ പഴയ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല. എവിടെയെങ്കിലും പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എവിടെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചുകൊണ്ട് ദോശ ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ ചട്നിയും ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ മീൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. പിന്നെ ഏട്ടൻ്റെ വണ്ടിയൊക്കെ കഴുകി, ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ പോകാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഈങ്ങാപ്പുഴയുള്ള വനപർവ്വം എക്കോ ടൂറിസം കാണാൻ പോകാമെന്ന്. ഞങ്ങൾ പൂനൂര് പുല്ലുരാമ്പാറ വഴിയാണ് കേട്ടോ പോയത്, താമരശ്ശേരി ടച്ച് ചെയ്യാതെ. അങ്ങനെ നമ്മൾ 22-ൻ്റെയും ഈങ്ങാപ്പുഴൻ്റെ ഇടയിൽ ഒരു കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന കടയിൽ നിർത്തിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. മോൻ എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളതൊക്കെ കുടിച്ച് അവിടെ നിന്ന് പതുക്കെ പോയി ഈങ്ങാപ്പുഴയ്ക്ക്. ഈങ്ങാപ്പുഴ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടി ഒരു ലെഫ്റ്റ് സൈഡ് റോഡുണ്ട്. ആ റോഡിന് നേരെ കയറിയാൽ MGM സ്കൂളിലെത്തും. ആ റോഡിന് തന്നെ നേരെ പോയാലാണ് കേട്ടോ കാക്കവയൽ. പിന്നെ ഈ സ്ഥലത്തിന് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ ഇവിടെ ഈ സ്കൂളാണ് 10th കംപ്ലീറ്റ് ചെയ്തത്, MGMൽ. ഇവിടെ LPയും UPയും അതേപോലെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലിയ സ്കൂളാണ്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല രസമാണ് കേട്ടോ സ്കൂൾ കാണാനൊക്കെ. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ടെത്തുമ്പോൾ നമ്മുടെ വനപർവ്വം അവിടെ എത്തും കേട്ടോ. അവിടെ എത്തിയാലും നമുക്ക് 40 രൂപയാണ് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ്. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങളൊരു കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കട മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. 40 രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ കരിങ്കല്ല് കൊണ്ടാണ് നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എവിടേക്കാണോ നടക്കേണ്ടത് ആ വഴി കൂടിയൊക്കെ ഈ കരിങ്കല്ല് ഇങ്ങനെ പാകിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ഈ കരിങ്കല്ലിൽ കൂടി നടന്നാൽ നമുക്ക് ഒരുപാട് പോയിന്റ്സുകളിലേക്ക് എത്താം. നമ്മൾ പക്ഷേ ഒരുപാട് സ്ഥലത്തേക്കൊന്നും പോയില്ല. ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പോയിന്റ് മാത്രം കാണാനാണ് കേട്ടോ പോയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പോകണം, ഇരുന്ന് വിശ്രമിക്കാനുള്ളൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഓരോ മരത്തിനും ചെടിക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഓരോ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും അവർ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്ന് കയറി കേട്ടോ വ്യൂ പോയിന്റിലേക്ക്. കുറേ അങ്ങോട്ട് കയറിയ സമയത്ത് നമുക്ക് ഇതുപോലും കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു സിംഗിൾ ലൈൻ മാത്രമായി നടക്കാനുള്ളൊരു വഴി. പിന്നെ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലം. പക്ഷേ എനിക്കവിടെ മൊത്തമായിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ രീതിയിൽ അവിടെ മാത്രം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി കേട്ടോ. കുറച്ചങ്ങോട്ട് കയറാൻ ഞങ്ങൾ കുറേ നേരം ഇരുന്നൊക്കെയാണ് അങ്ങോട്ട് കയറിയത്. പിന്നെ വരുന്ന വഴിക്ക് മോനെ ആ തോട്ടിലൊക്കെ ഒന്ന് ഇറക്കി വെള്ളത്തിലൊക്കെ കളിപ്പിച്ച് ലാസ്റ്റ് അവൻ അവിടെ നിന്ന് കുളിച്ചിട്ടാണ് കേട്ടോ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴും അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താഴെ വന്ന് നമ്മളവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി തിരിച്ചു പോന്നു കേട്ടോ. വരുന്ന വഴിക്ക് മോൻ ഉറങ്ങിപ്പോയി. പിന്നെ മോന് ഞാൻ ബാഗ് എടുക്കാറില്ല ഇപ്പം, കാരണം അവൻ നടുക്കിയിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒരു മദേഴ്സ് മന്തി എന്ന് പറഞ്ഞ ഷോപ്പ് കയറി ഫുഡും കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ തിരുപ്പൂർ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് നമ്മളെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ.